ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗാണ്. കടലിലേക്കാണ് ഇന്നത്തെ യാത്ര. കടലിലേക്കെന്ന് പറയുമ്പോൾ ഒരുപാട് ഉൾക്കടലിലേക്കല്ല, എന്നാൽ കടലിലെ കുറച്ച് ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതും കേരള സർക്കാരിൻ്റെ കുറഞ്ഞ ചിലവിൽ ഒരാൾക്ക് 600 രൂപ നിരക്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ഞാനിതിൽ പോയത് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിലെ ഫ്രണ്ട്സാണ്. അവരെല്ലാവരും കൂടി ട്രിപ്പ് ഇതിങ്ങനെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പിന്നെ പോകാനുള്ള ആകാംക്ഷയിലൊക്കെ ഞാനും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതും. അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും പോയത് നഷ്ടമായില്ല. എനിക്കും അതിനും ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ്. വൈകിട്ട് 5:30 മുതൽ രാത്രി 7:00 വരെയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് സാഗർ റാണി എന്ന് പറഞ്ഞ ക്രൂയിസിലാണ്. സൺസെറ്റ് ക്രൂയിസാണ് ഞങ്ങൾ എടുത്തത്. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൈകിട്ട് 5:30 തന്നെ മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര തുടങ്ങും. ഒരാൾക്ക് 600 രൂപയാണ് റേറ്റ്. നമ്മുടെ ഏതെങ്കിലും ID പ്രൂഫ്, ആധാറാണ് ഞങ്ങൾ കൊടുത്തത്. ആധാർ എടുത്ത് നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നേരിട്ട് ചെന്നാലും നമുക്കത് ടിക്കറ്റ് എടുക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ആദ്യം ടിക്കറ്റ് എടുത്തില്ല. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സൺസെറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ മഴക്കാറുണ്ടായിരുന്നത് കാരണം സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഓഫീസിലെ ഫ്രണ്ട്സ് മാത്രമല്ല, വേറെ ഒത്തിരി ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയും ഉണ്ടായിരുന്നു. അത് പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ആയിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തരാനും അതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ നമുക്ക് തരാൻ ആ ബോട്ടിലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ ചേട്ടൻ മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച്. ആളൊരു നല്ല എൻ്റർടൈനറും കൂടിയായിരുന്നു. ഒരുപാട് ചിരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. എന്നാലും നമ്മുടെ ലൈജി ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളവിടെ ഇരുത്തി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഇടയ്ക്കൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പാട്ടും പിന്നെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അതും. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ കടലിലേക്ക്. പിന്നെ ഇങ്ങനെ ഷിപ്പൊക്കെ ഇത്ര അടുത്ത് കാണുന്ന സംഭവം.
ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും സീറ്റിലേക്കൊക്കെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും സീറ്റിലൊക്കെ ആയതിന് ശേഷം പിന്നെ അവർ ചായ തന്നു. ചായയുടെ കൂടെ ഇങ്ങനെ ഒരു സ്നാക്ക് ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാക്ക് ബോക്സൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു. അതിനകത്ത് കുറച്ച് കഴിക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതിനും എനിക്കും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പണ്ട് മുതലേ കുഞ്ഞായിരുന്നപ്പോൾ ഇതിൽ ബോട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ വൈക്കത്തേക്കാണ്. എൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയുടെ വീട് വൈക്കത്തുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വൈക്കത്ത് കൂടി പോകുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇത്ര സമയത്തിൽ ഇങ്ങനെ ബോട്ടിൽ കൂടി, അതുപോലെ തന്നെ നമ്മുടെ റോറോ വൈപ്പിൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴും നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ കയറി പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കടലിലേക്കൊക്കെ ഇങ്ങനെ ഇത്ര ദൂരെ പോണത് ആദ്യമായിട്ടാണ്. എന്തുകൊണ്ടാണെങ്കിലും ഒരു വ്യത്യസ്ത അനുഭവമായി. അടിപൊളിയായിരുന്നു. ആദ്യം ഇഷ്ടപ്പെട്ടു ഈ ഷിപ്പൊക്കെ കാണും. ഇതാണ് ഷിപ്പ്. നമ്മൾ പിന്നെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാൻ പറ്റുകയാണെങ്കിൽ സൺസെറ്റ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് യാത്ര നമ്മൾ തുടങ്ങിയത്. കുറച്ചുകൂടി ദൂരത്തേക്ക് ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഡോൾഫിനെയൊക്കെ കണ്ടു. ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല. അതും ആദ്യമായിട്ടാണ് കാണുന്നതും. ആദ്യമൊക്കെ ഡോൾഫിനെ കണ്ടത് ഇത്തിരി ദൂരത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഡോൾഫിൻ എന്ന് പറഞ്ഞപ്പോഴും ആദ്യം സംഭവം മനസ്സിലായില്ല. അങ്ങനെ അവസാനം ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരെണ്ണം വന്നു. അത്യാവശ്യം വലുതുമായിരുന്നു. അതുകൊണ്ട് ആദ്യം നല്ല വ്യക്തമായിട്ട് ഡോൾഫിനെ കാണാൻ പറ്റി. ഇപ്പം നമ്മൾ ഏകദേശം അവർ പറഞ്ഞ പോയിന്റിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി കടലിൻ്റെ ഉള്ളിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ പതുക്കെ ഇരുട്ട് വീണു തുടങ്ങി. പിന്നെ കുറച്ചൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടായി. പിന്നെ ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ആദ്യം തന്നെ ഹിമാചലിൽ നിന്ന് വന്നൊരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരിവിടെ എവിടെയോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾക്കാർ അവരുടെ ഗ്രൂപ്പിലായിരുന്നു തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അവർ പറഞ്ഞൊരു ഹിമാചൽ പ്രദേശിലേതോ ഒരു സോങ് എനിക്കറിയില്ല. ആ പാട്ടിട്ട് കൊടുത്തു. ആ പാട്ടിന് അവരെല്ലാവരും ഡാൻസ് കളിച്ചു. കൂടെ നമ്മുടെ ആദവും ഡാൻസ് കളിച്ചു. പിന്നെ ആ പാട്ടിനെ കുറിച്ച് ഞാൻ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ പാട്ട് കിട്ടിയായിരുന്നു. അത് ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഈ ഡാൻസിൻ്റെ തന്നെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് പോയി കാണണം. കളിച്ച് പിന്നെ അവസാനം എല്ലാവരെയും വിളിച്ചവർ കളിപ്പിച്ചു. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും അവർക്ക് അപ്പം ചൂട് വെച്ചു. പക്ഷെ എല്ലാവർക്കും ആ സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ പോലും അറിയാവുന്നതുപോലെ കളിച്ചു. ഈ പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ബോട്ടിലെ ഡാൻസേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഫുൾ എനർജി ആയിരുന്നു.
ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ അതിനുള്ളിൽ ഇത്ര എനർജി ആയിട്ടൊരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടാവും. അവരുടെ ഡാൻസ് ഇടയ്ക്കിടയ്ക്കായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ നമ്മളെല്ലാവർക്കും കൂടി ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാ ഫ്രണ്ട്സും കൂടി അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ പാട്ടും ഡാൻസും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കൃത്യം 7:30 തന്നെ തിരിച്ച് മറൈൻ ഡ്രൈവിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ